2026 ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ബജാജിൻ്റെ ഡൊമിനർ 350ക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അങ്ങോട്ടേക്ക് ഡൊമിനർ 400 അല്ല 350 റേഞ്ചിലാണ് വരാൻ പോകുന്നത്. വണ്ടി ഇപ്പോൾ പല ഷോറൂമിലും എത്തിക്കഴിഞ്ഞു. അവർ ടെസ്റ്റൊക്കെ അടിച്ചു തുടങ്ങി. അത് സൗത്ത് ഇന്ത്യയിലല്ല, നോർത്ത് ഇന്ത്യ സൈഡിലേക്ക് വണ്ടി എത്തിക്കഴിഞ്ഞു. 400 നിന്ന് 350ലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, വണ്ടിക്ക് എത്ര പ്രൈസ് കുറഞ്ഞു, പവർ കൂടിയോ കുറഞ്ഞോ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാത്രമല്ല ഈ ഒരു ടൈമിൽ നിങ്ങൾ ഡൊമിനർ 400 എടുക്കണോ അല്ലെങ്കിൽ 350 എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഡൊമിനർ എന്ന് പറയുന്നത് ബജാജിൻ്റെ കയ്യിലുള്ള ഏറ്റവും മികച്ച ബൈക്കിൽ ഒന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ബോൾഡ് ഡിസൈനാണ്, നല്ല റൈഡിങ് കംഫർട്ട് ഉണ്ട്. പിന്നെ 400 നല്ല എഞ്ചിൻ ഔട്ട്പുട്ടുള്ള ബൈക്കാണ്. പഴയ ഡ്യൂക്കിൻ്റെ എഞ്ചിനാണ് അവർ കൊടുത്തത്. പുതിയതിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഡിസൈനിൽ മാത്രമൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ഡൊമിനർ ഉള്ളത് അതേപോലെ തന്നെയാണ്. ഡിസൈനിൽ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. പിന്നെ വണ്ടിയുടെ ഹാർഡ്വെയർ കാര്യങ്ങളൊക്കെ UST ഫോർക്ക് നിലനിർത്തിയിട്ടുണ്ട്. ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും അവൈലബിൾ ആണ്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റൻറ്റ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പഴയ മീറ്റർ കൺസോൾ ഇപ്പം വന്നിട്ടുള്ള NS400 കണ്ട അതേ മീറ്റർ കൺസോൾ നിലനിർത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ഹാർഡ്വെയർ ഒക്കെ സെയിം തന്നെയാണ്. അതിലൊന്നും ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. പിന്നെ വണ്ടിയുടെ ബാഡ്ജിങ് ആണ്, ആ ഒരു D400 എഴുതിയിട്ടുള്ള ബാഡ്ജിങ്ങും അതേപടി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു മാറ്റം വരുത്തില്ല. അതൊന്നും 350ലേക്ക് അങ്ങനെ മാറ്റി എഴുതിയിട്ടൊന്നുമില്ല. അതൊക്കെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ചേഞ്ചസ് എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിൻ ഔട്ട്പുട്ടിൽ തന്നെയാണ്. വണ്ടിയുടെ എഞ്ചിൻ അവർ റീട്യൂൺ ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 23 cc ഡിസ്പ്ലേസ്മെൻറ്റ്, 24 cc ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ചിട്ടുണ്ട്. പഴയത് 373 cc ആണെങ്കിൽ ഇത് 349 cc ആണ്. 350 cc കാറ്റഗറിയിലാണ് വണ്ടി വരുന്നത്. അതായത് വണ്ടിയുടെ എഞ്ചിൻ്റെ ബോർ സൈസ് സ്റ്റോക്കാണ് അവരിപ്പം കുറച്ചിട്ടുള്ളത്. ബോർ സൈസ് ഏകദേശം 89 mm, സ്റ്റോക്ക് ആണെങ്കിൽ 56.1 mm ആണ്. സ്റ്റോക്കും ബോറിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വണ്ടിയുടെ പവറിൽ നല്ല വ്യത്യാസം വരുമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ എഞ്ചിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പുറത്ത് വിട്ടിട്ടില്ല ബജാജ്. പവറിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ടോർക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ടോർക്ക് ഏകദേശം 2.5 Nm ഓഫ് ടോർക്ക്, 2.5 Nm ടോർക്ക് കുറഞ്ഞിട്ടുണ്ട്. പവർ ഏകദേശം ഒരു 0.6 bhp കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2.5 bhp കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലിപ്പോൾ ചെറിയ ഡൗട്ടുണ്ട്. ബജാജ് എന്തായാലും എഞ്ചിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉടൻ തന്നെ പുറത്ത് വിടും. NS350ക്ക് ഏകദേശം ഒരു 2.8 bhp കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1.8 Nm കുറഞ്ഞിട്ടുണ്ട് പവറും ടോർക്കും. എന്തായാലും ഒരു 2 bhp കുറഞ്ഞാൽ തന്നെ വണ്ടിയുടെ ഔട്ട്പുട്ടിൽ നല്ല വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. പവർ അത്രത്തോളം ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല പവർ ഡ്രോപ്പിൽ. ബജാജ് ഓൾറെഡി കൺഫേം ചെയ്തതാണ് അത്രത്തോളം പവർ ഡ്രോപ്പ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യം. അടുത്ത കാര്യം വണ്ടിയുടെ മൈലേജ് ആണ്. ഡൊമിനർ കുറച്ചും കൂടി ഒരു ബിഗ്ഗർ ബൈക്കാണ്. മാത്രമല്ല കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡലാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് അത്രത്തോളം കിട്ടാറില്ല. ഒരു 30 to 35 റേഞ്ചിലാണ് മൈലേജ്. അതിൻ്റെ താഴെയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കറക്റ്റ് സിറ്റീസിലൊക്കെ നോക്കുവാണെങ്കിൽ 30ക്ക് താഴെയാണ്, 27-30 റേഞ്ചിലാണ് മൈലേജ് കിട്ടുന്നത്. ഇപ്പോൾ ഓവറോൾ ഹൈവേയിലൊക്കെ ഒരു 30-32 അതാണ് മാക്സിമം മൈലേജ്. അതിന് താഴെയും പല ആൾക്കാരുടെ റൈഡിങ് കംഫർട്ട് അല്ലെങ്കിൽ റൈഡിങ് ചേഞ്ചസ് വരുത്തുന്നുണ്ട് തന്നെ മാറ്റങ്ങൾ നല്ല രീതിക്ക് ഉണ്ടാവും. വണ്ടിയുടെ മൈലേജിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ സ്ലൈറ്റ്ലി മൈലേജ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു മൈലേജ് ഇൻക്രീസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 2-3 കിലോമീറ്റർ റേഞ്ചിലുള്ള മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വണ്ടി അത് ഓടിച്ച് നോക്കി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അടുത്തത് വണ്ടിയുടെ പ്രൈസിങ് ആണ്. വണ്ടിക്ക് പ്രൈസ് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും. കാരണം ഡൊമിനർ 400 കുറച്ച് പ്രൈസിങ് ഉള്ള ബൈക്ക് തന്നെയാണ്. പല ആൾക്കാർക്ക് വണ്ടി പ്രൈസിങ് ഉള്ളത് കൊണ്ട് തന്നെ എടുക്കാം പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. ഡൊമിനർ 350ക്ക് ഏകദേശം ഒരു 42,000 രൂപയോളം വണ്ടിക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. പഴയ എക്സ്ഷോറൂം പ്രൈസിൽ നിന്ന് ഏകദേശം ഒരു 42,000 രൂപയോളം വണ്ടിക്ക് കുറയുന്നതായിരിക്കും. വലിയൊരു പ്രൈസ് ഡ്രോപ്പിലാണ് കിട്ടാൻ പോകുന്നത്. എടുക്കുന്നവർക്ക് എന്തായാലും നല്ലൊരു ചാൻസ് തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്ക്, നല്ല പവർഫുൾ ബൈക്ക്, ഈ ഒരു പ്രൈസിങ്ങിൽ ഇത്രയും പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ്. വണ്ടി ഇതുവരെയായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. ഷോറൂമിലൊക്കെ എത്തിക്കഴിഞ്ഞു. എന്തായാലും ലോഞ്ച് ഉടൻ തന്നെ ഉണ്ടാവും. ആ ഒരു ലോഞ്ചിൽ തന്നെ വണ്ടിയുടെ എഞ്ചിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, പ്രൈസിങ്ങും അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഡൊമിനർ 350 എടുക്കണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ 400 എടുക്കണോ, ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ചെറിയൊരു പവർ ഡ്രോപ്പ് ഉണ്ട്, അത് അത്രത്തോളം ബാധകമല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഡൊമിനർ 350 ചൂസ് ചെയ്യാം. കാരണം ഇത്രത്തോളം പ്രൈസ് ഡ്രോപ്പിൽ വണ്ടി വാങ്ങുന്നത് ഒരു നല്ലൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. ഡൊമിനർ 400 ഇപ്പോൾ ഇനി സ്റ്റോക്ക് വരില്ല. ഇപ്പോൾ കറണ്ട് മാർക്കറ്റിലുള്ള മോഡൽ വിറ്റുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ അവർ സ്റ്റോക്ക് ഔട്ട് ചെയ്യും. ഡൊമിനർ 400 ഇപ്പോൾ എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പൈസയിൽ ചെറിയ ഡിഫറൻസ് വരും. ഏകദേശം 40,000 രൂപയോളം ഡിഫറൻസ് വരും. പക്ഷേ പൈസ നിങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ ആ ഒരു പഴയ സെയിം പവറിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഡൊമിനർ 400 തന്നെ എടുക്കാം.